ഹേ ഗായ്സ്, അപ്പം നമ്മളിന്ന് വീണ്ടും ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. നിങ്ങൾക്കിപ്പം തന്നെ വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പഴംപൊരിയാണ്, വേറൊന്നുമല്ല. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം പഴംപൊരി. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ടുള്ളതും ആയിരിക്കും. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകടയിലൊക്കെ പോലെ നന്നായിട്ട് വീർത്ത് വരുന്ന പഴംപൊരിയാണ് ഗൈസ്. അങ്ങനെയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്ക് മാവൊക്കെ കുഴക്കാൻ നിൽക്കുമ്പോഴേക്ക് ഒരാൾ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, ഇച്ചു തന്നെ. അവനക്ക് ഇങ്ങനെ കുഴക്കണം എന്നൊരു ഭയങ്കരമായ ആഗ്രഹം, അതുകൊണ്ട് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തേക്കാം. അങ്ങനെ അവനൊന്ന് ഇളക്കി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് മാവ് ഇളക്കിയിട്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് ഇതിനൊന്ന് കോരിയെടുക്കാം. അടിപൊളിയായിട്ട് നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. ടേസ്റ്റും അടിപൊളിയായിരുന്നു. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ തിന്നുന്ന പോലെ തന്നെയുള്ളൊരു സാധനം. പിന്നെ ഇവിടെ 4 മണി പലഹാരം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ചായ കുടിക്കാൻ എന്തായാലും ഒരു 6 മണിയൊക്കെ ആവും. നമ്മൾ മുമ്പേ അങ്ങനെ തന്നെയാണ് ചായ കുടിക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആവാറുണ്ട്. നമുക്ക് പഴംപൊരിയും ഹോർലിക്സുമാണ് ഉണ്ടായത് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് തിന്നുകൊണ്ടിരുന്നു.